ആകാശവാണി. യുഗപുരുഷൻ വീർ സാവർക്കർ ദേശീയ പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത നാടകത്തിന്റെ മലയാള രൂപം. മൂല ഹിന്ദി രചന ജയവർദ്ധൻ. മലയാളം പരിഭാഷ പ്രൊഫസർ കെ സതി. ശബ്ദം നൽകുന്നവർ ജി ആർ നന്ദകുമാർ, എസ് അയ്യപ്പൻ നായർ, ജോസ് പി റാഫേൽ, ദുർഗ രാജു, പ്രമോദ് പൂഴനാട്, അഭിരാജ് ശ്രീദേവി, ബിനോയ് പുതുകുന്ന്, പ്രവീൺ രാജ് കിളിമാനൂർ, ശ്രീകുമാർ മുഖത്തല, ബിജു കല്ലുവാതുക്കൽ, എം എസ് രാകേഷ്, ശ്യാം വർണ്ണൻ, രാജ്മോഹൻ കൂവളശ്ശേരി, അലക്സ് പോത്തൻ, മണികണ്ഠൻ മടവൂർ, സന്തോഷ് തിരുമല, ഉണ്ണി അമ്പാടി, താൻസൻ കെ വി, പി തങ്കച്ചൻ, സന്ദീപ് സുരേഷ്, അശ്വതി ബാലചന്ദ്രൻ. പശ്ചാത്തല സംഗീതം സഞ്ജീവ് ബാബു കെ പി. സർഗാത്മക സഹകരണം എൻ വാസുദേവ്, എസ് നാരായണൻ നമ്പൂതിരി. സംവിധാന സഹായം വി എൻ ദീപ, സുഷമ അനിൽ. സംവിധാനം പി എ ബിജു. യുഗപുരുഷൻ വീർ സാവർക്കർ. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. കാലൻ പോലും എന്നെയാണ് ഭയക്കുന്നത്. ഞാൻ കാലനെ അല്ല. കാലാപാനിയിലെ കാളകൂടം കുടിച്ചിട്ടും കാലന്റെ കരാളഹസ്തങ്ങളെ തട്ടിമാറ്റി ഞാൻ തിരിച്ചു വന്നു. ഇന്നും ജീവിച്ചിരിക്കുന്നു. തോറ്റത് മരണമാണ്, ഞാനല്ല. ജയോസ്തുതേ ശ്രീമഹൽ മംഗളേ, ശിവാസ്പദേ ശുഭദേ, സ്വതന്ത്രതേ ഭഗവതി, ത്വാഹം യശോയുതാം വന്ദേ. എല്ലാവരും തിലകം ചാർത്തിക്കഴിഞ്ഞുവെങ്കിൽ നമുക്ക് കാര്യപരിപാടി ആരംഭിക്കാം. നമസ്കാരം. ഞാൻ റാവുജി കൃഷ്ണപ്പാകെ, നാസിക് മിത്രമണ്ഡൽ അംഗങ്ങളോടൊപ്പം പൂന ഫർഗ്യൂസൺ കോളേജിൽ നിന്നും വന്ന സാവർക്കർ ക്ലബിലെ അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സ്നേഹത്തോടെ താത്യ എന്ന് വിളിക്കുന്ന സാവർക്കറെ നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഇന്ന് അഭിനവ് ഭാരത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ അഭിനവ് ഭാരതിന്റെ അംഗങ്ങളെന്ന നിലയിൽ ശപഥം ചെയ്യുന്നതാണ്. അഭിനവ് ഭാരതത്തിന് ഒരേയൊരു ലക്ഷ്യമേ ഉള്ളൂ: ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആയുധമേന്തിയ വിപ്ലവം. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വിനായക് ദാമോദർ സാവർക്കറെ ഞാൻ ഉദ്ബോധന പ്രസംഗത്തിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, ധനം സമ്പാദിക്കുകയും സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് മിക്കവാറും എല്ലാ ആളുകളുടെയും ലക്ഷ്യം. ഈ കർത്തവ്യം നമ്മൾ നിർവഹിക്കേണ്ടത് തന്നെ. എന്നാൽ സ്വന്തം കുടുംബത്തെ കൂടാതെ സമൂഹത്തിനോടും രാജ്യത്തിനോടും നമ്മൾക്ക് കർത്തവ്യങ്ങളുണ്ട്. അഭിനവ് ഭാരതത്തിന്റെ സങ്കല്പം ആ കർത്തവ്യ പരിപാലനമാണ്. പാരതന്ത്ര്യം ശ്വസിച്ച് ഇപ്പോൾ ശ്വാസമെടുക്കാൻ തന്നെ വയ്യാതായിരിക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായി നമ്മുടെ അതൃപ്തിയുടെ അഗ്നി ജ്വലിപ്പിക്കുന്നതിനായി ആഹ്വാനം ചെയ്യുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ കർത്തവ്യം. വെറുതെ ചോദിച്ചാൽ ലഭിക്കുന്നതല്ല സ്വരാജ്യം. പകരം അത് അധികാരത്തോടുകൂടി പിടിച്ചു വാങ്ങേണ്ടതാണ്. ആയുധമെടുത്ത് പോരാടേണ്ടി വരും. ബ്രിട്ടീഷുകാരെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്.
ബ്രിട്ടീഷുകാർക്കെതിരായി നിന്നാൽ നിങ്ങൾക്ക് മർദ്ദനമേൽക്കാം, ജയിലിന്റെ ഇരുട്ടറയിൽ കഴിയേണ്ടി വന്നേക്കാം. നിങ്ങളുടെ കുടുംബം മുഴുവനും അവരുടെ ക്രോധത്തിന്റെ ചൂളയിൽ എരിഞ്ഞടങ്ങിയേക്കാം. നിങ്ങളെല്ലാവരും ഇതിന് തയ്യാറാണോ? ഇവയെല്ലാം സഹിച്ച് സ്വാതന്ത്ര്യത്തിന്റെ സ്തുതിഗീതം പാടാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരിക. ഈ അഗ്നിയെ സാക്ഷിയാക്കി ശപഥം ചെയ്യുക. ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ തയ്യാറാണ്. ഞാൻ അഗ്നിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്യുന്നു. ഞാൻ അഗ്നിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്യുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആയുധമേന്തിയ വിപ്ലവത്തിനായി മനസ്സും ശരീരവും കൊണ്ട് തയ്യാറാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആയുധമേന്തിയ വിപ്ലവത്തിനായി മനസ്സും ശരീരവും കൊണ്ട് തയ്യാറാണ്. ഞാൻ ആയുധമേന്തി അവസാന നിമിഷം വരെ യുദ്ധം ചെയ്യും. ഞാൻ ആയുധമേന്തി അവസാന നിമിഷം വരെയും യുദ്ധം ചെയ്യും. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. അണയ്ക്കുവാനാവില്ല ഞങ്ങൾ കൊളുത്തിവച്ചൊരു ബന്ധങ്ങൾ, അണയ്ക്കുവാനാവില്ല ഞങ്ങൾ കൊളുത്തിവച്ചൊരു ബന്ധങ്ങൾ. തടഞ്ഞു നിർത്താനാവില്ല അമരർ ധീരർ നടത്തും തേരോട്ടം, തടഞ്ഞു നിർത്താനാവില്ല അമരർ ധീരർ നടത്തും തേരോട്ടം. മണ്ണിനു വേണ്ടി പ്രതിജ്ഞ ചെയ്തവർ മാർഗം വിട്ടു ചലിക്കില്ല, മണ്ണിനു വേണ്ടി പ്രതിജ്ഞ ചെയ്തവർ മാർഗം വിട്ടു ചലിക്കില്ല. അലറിയെടുക്കും കാറ്റായാലും പിന്നോട്ടേക്ക് നടക്കില്ല, അലറിയെടുക്കും കാറ്റായാലും പിന്നോട്ടേക്ക് നടക്കില്ല. അടിമകളായി പുലരില്ല നാം മരണമതേക്കാൾ അഭികാമ്യം, അടിമകളായി പുലരില്ല നാം മരണമതേക്കാൾ അഭികാമ്യം. സമരജ്വാലയിൽ എരിയട്ടെ നാം ഈ നാട്ടിൻ സന്തതികൾ, സമരജ്വാലയിൽ എരിയട്ടെ നാം ഈ നാടിൻ സന്തതികൾ. സ്വാതന്ത്ര്യത്തിൻ പൊൻകൊടി ദിവ്യം താഴ്ത്തുകയില്ലൊരു നാളും നാം, സ്വാതന്ത്ര്യത്തിൻ പൊൻകൊടി ദിവ്യം താഴ്ത്തുകയില്ലൊരു നാളും നാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ആപ്തേ, ഫർഗ്യൂസൺ കോളേജിലെ എല്ലാ ഹോസ്റ്റലിലും അന്വേഷിച്ചു. എവിടെ പോയി സാവർക്കർ? ഹരിഭാവ് തഥേ, രാവിലെ മുതൽക്ക് വിഷ്ണുഭട്ടനെയും കാണുന്നില്ല. ആഹാ തഥേ, ഇത് നോക്ക്, ഈ പത്രത്തിൽ എന്താണ് അച്ചടിച്ചിരിക്കുന്നതെന്ന്. ഇന്നലെ വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചതിനെപ്പറ്റി ഫുൾ പേജ് എഴുതിയിരിക്കുന്നു. സ്റ്റേജിൽ ലോകമാന്യ തിലകനൊപ്പം സാവർക്കറിന്റെയും ചിത്രമുണ്ട്. സാവർക്കർ കണ്ടോ ആവോ? എവിടെ എന്നറിഞ്ഞാലല്ലേ ചോദിക്കാൻ കഴിയൂ. ആപ്തേ, നമ്മുടെ സാവർക്കർ വലിയ ധൈര്യശാലിയാണ്. ചിന്തിക്കുന്നത് ചെയ്തു കാണിക്കും. ഓർമ്മയുണ്ടോ, പ്ലേഗ് എന്ന മഹാമാരിയുടെ കാലത്ത് ആളുകൾ സ്വന്തക്കാരെ സ്പർശിക്കുന്നത് പോട്ടെ, അവരുടെ അടുത്തു പോകാൻ പോലും മടിച്ചിരുന്നു. അപ്പോൾ സാവർക്കറും കൂട്ടുകാരും മാത്രമായിരുന്നു രോഗികളെ ശുശ്രൂഷിച്ചതും ജഡങ്ങൾ ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചതും. മഴയത്ത് നനഞ്ഞാലും ദിവസം മുഴുവനും ആ നനഞ്ഞ വസ്ത്രത്തോടെ തന്നെ തങ്ങളുടെ ജോലികളിൽ അവർ മുഴുകുമായിരുന്നു. ശരിയാണ്, സാവർക്കർ ഹോസ്റ്റലിലെ ഭക്ഷണശാലയിൽ ഛത്രപതി ശിവജിയുടെ ചിത്രം വെക്കണമെന്ന് ശടിച്ചു. ഞാൻ പറഞ്ഞിരുന്നു ബുദ്ധിമുട്ടാണെന്ന്. എന്നാൽ അത് അദ്ദേഹം ചെയ്യുക തന്നെ ചെയ്തു. വിഷ്ണുഭട്ട്, എന്തുപറ്റി? എന്താണ് ഇത്ര അസ്വസ്ഥത? നിങ്ങൾ ആ നോട്ടീസ് ബോർഡ് കണ്ടോ? ഇല്ല. എന്താണ്? എന്തു സംഭവിച്ചു? വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചതിനും അതിന് തിലക്ജിയെ വിളിച്ചതിനും പ്രസംഗിച്ചതിനും സാവർക്കറിനെ ശിക്ഷിച്ചിരിക്കുന്നു. വിപ്ലവാത്മകമായ കാര്യങ്ങളിൽ പങ്കെടുത്തതിനാൽ 10 രൂപ പിഴയടയ്ക്കണമെന്നും ഹോസ്റ്റൽ മുറി ഇന്ന് തന്നെ ഒഴിയണമെന്നും നോട്ടീസിൽ എഴുതിയിരിക്കുന്നു. എന്ത്? പരീക്ഷ എടുത്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കുന്നത് തികച്ചും അന്യായമാണ്. ക്യാമ്പസിന് വെളിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ, അതിന് കോളേജ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വരൂ വരൂ, നമുക്ക് സാവർക്കറിനെ അന്വേഷിക്കാം. പ്രണാമം ലോകമാന്യജി. യശസ്വി ഭവ. ഇരിക്കൂ. BA-ക്ക് ശേഷം LLB-ക്ക് പഠിക്കുന്നതിന് നിങ്ങൾ ബോംബെയിൽ പോയിട്ടുണ്ട് എന്ന്
ഖേൽക്കർ പറഞ്ഞിരുന്നു. അതെ, ഞാൻ പോയിരുന്നു. വിദേശവസ്ത്രങ്ങൾ കത്തിച്ചതിന് ഫർഗ്യൂസൺ കോളേജ് നിങ്ങളെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയത് ശരിയല്ല. പ്രത്യേകിച്ചും പരീക്ഷ അടുത്ത ഈ സമയത്ത്. ഇവർ നമ്മുടെ ഗുരുവല്ല എന്ന് ഞാൻ കേസരിയിൽ എഴുതിയിരുന്നു. കുറഞ്ഞ പക്ഷം ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ, തങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാവിയെപ്പറ്റി അല്പം പോലും ചിന്തയില്ലാത്തവർ, സ്വയം ഗുരു എന്ന് പറയാൻ പാടില്ല. കേസരിയിലെ അങ്ങയുടെ ലേഖനം ഞാൻ വായിച്ചിരുന്നു. അതിൻ്റെയും എതിർപ്പുണ്ട്. എല്ലാം അധികാരികളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സത്യമാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ അധികാരികളുടെ വിശ്വാസപാത്രമാകാനുള്ള മത്സരത്തിൽ ചിലരെങ്കിലും വളരെ വലിയ തെറ്റുകൾ ചെയ്യുന്നു. എന്നാലും നിങ്ങളുടെ ആ ബംഗാൾ വിഭജനത്തിന്റെ പ്രസ്താവന തണുത്തുപോയല്ലോ. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഇതാണ് നല്ലത്. സ്വാതന്ത്ര്യം നമ്മളുടെ ജന്മസിദ്ധ അവകാശമാണ്. സാവർക്കർ, നിങ്ങളെപ്പോലെയുള്ള യുവാക്കളുടെ ഹൃദയത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ദീപം ജ്വലിക്കുന്നത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു. നമ്മൾ തീർച്ചയായും സ്വതന്ത്രരാകും. രാജ്യം മുഴുവനും ഒന്നിച്ചു നിന്നാൽ സ്വാതന്ത്ര്യം കിട്ടുക തന്നെ ചെയ്യും. അതും വളരെ വേഗത്തിൽ. LLBക്ക് ശേഷം എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഇനിയുള്ള വിദ്യാഭ്യാസത്തിന് ലണ്ടനിൽ പോകാനാണ് ആഗ്രഹം. ഇന്ത്യൻ സോഷ്യലിസ്റ്റിൽ ലണ്ടനിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാരതത്തിലെ 2 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് അച്ചടിച്ചു വന്നിട്ടുണ്ട്. പണ്ഡിറ്റ് ശ്യാമജി കൃഷ്ണവർമ്മയാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഇന്ത്യ ഹൗസിൽ ഭാരതത്തിലെ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവുമുണ്ട്. ഈ സ്കോളർഷിപ്പിന് അങ്ങയുടെ ശുപാർശ കത്ത് വേണം. ഇത് ഞാൻ തയ്യാറാക്കിയ അപേക്ഷയാണ്. ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? സ്വാതന്ത്ര്യം ദേശത്തിന്റെ നാഡിയാണ്, രാഷ്ട്രത്തിന്റെ ശ്വാസമാണ്. ബാല്യം തൊട്ട് ഈ നിമിഷം വരെയും ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റേത് മാത്രമാണ്. ഏതവസ്ഥയിലും ഞാൻ എന്തെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. രാജ്യം സ്വതന്ത്രമാകാത്തതിനാൽ ഉണ്ടാകുന്ന നഷ്ടവും ആ സ്വാതന്ത്ര്യത്തെ വീണ്ടും നേടാനുള്ള ചിന്തകളും തന്നെയാണ് എന്റെ ചിന്തകളുടെ വിഷയം, എന്റെ ജീവന്റെ ഒരേ ഒരു ലക്ഷ്യം. വളരെ നല്ലത്. നോക്കിക്കോളൂ, പണ്ഡിറ്റ് ശ്യാമജി കൃഷ്ണ നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കും. ഇന്ത്യ ഹൗസ് ഭാരതത്തിന്റെ പ്രവർത്തന കേന്ദ്രമാണ്. ഞാൻ കത്തുതരാം. പക്ഷേ നിങ്ങൾക്കെന്റെ ശുപാർശയുടെ ആവശ്യമില്ല. വിദേശ വസ്ത്രങ്ങളുടെ കത്തിക്കലിന് ശേഷം നിങ്ങളെ എല്ലാവരും അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ വായിക്കൂ. വല്ല തെറ്റുമുണ്ടോ എന്ന് നോക്കൂ. ഉറക്കെ വായിച്ചാലും ഞാനും കൂടി കേൾക്കട്ടെ. ഈ സ്കോളർഷിപ്പിന് അപേക്ഷകളുടെ ആധിക്യം കണക്കിലെടുത്തുകൊണ്ട് അങ്ങയുടെ ശ്രദ്ധ ഒരു വിശിഷ്ട വ്യക്തിയിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. അയാൾ സമർത്ഥനായ യുവാവാണ്. വിനായക് ദാമോദർ സാവർക്കർ. സ്വദേശി പ്രസ്ഥാനത്തിൽ അയാളുടെ ഉത്സാഹം അദ്വിതീയമാണ്. അതിനാൽ ആ ഫർഗ്യൂസൺ കോളേജ് അധികാരികളുടെ കോപത്തിനിരയായിട്ടുണ്ട്. നന്ദി. ഇനി ഞാൻ പോകട്ടെ. നിങ്ങൾ വേഗം ബാരിസ്റ്ററായി സ്വദേശത്ത് വരികയും രാജ്യത്തിന് സംഭാവനകൾ നൽകുകയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളൊരു യഥാർത്ഥ ദേശസ്നേഹിയാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലണ്ടൻ വേറെ ഒരു ലോകം തന്നെയാണ്. സമ്പന്നതയുടെയും അധികാരത്തിൻ്റെയും മതത്താൽ കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. അവർ ഭരണാധികാരികളാണ്, നമ്മൾ ചൂഷണം ചെയ്യപ്പെട്ടവരും. അവർ ധനികർ, നമ്മൾ ദരിദ്രർ. അവർ നമ്മെ ഉപദ്രവിച്ചിട്ടുണ്ട്, അത് ഓർമ്മ വേണം. സ്വർണപക്ഷി എന്ന് പറയാവുന്ന മാതൃഭൂമിയുടെ ഐശ്വര്യം അവർ കൊള്ളയടിച്ചു. നമ്മുടെ സംസ്കാരത്തെ ഛിന്നഭിന്നമാക്കി, നമ്മുടെ ഐക്യത്തെ നശിപ്പിച്ചു. അവിടുത്തെ തിളക്കത്തിൽ മാതൃരാജ്യത്തെ മറക്കരുത്. ആ അധികാരത്തിന് മുൻപിൽ ഒരിക്കലും കുനിയരുത്. മനസ്സിൽ അപകർഷതാബോധം എപ്പോഴെങ്കിലും ഉണ്ടായാൽ ഇത്രയും ഓർക്കണം: അവിടുത്തെ രാജാവിന്റെ കിരീടത്തിലിരിക്കുന്ന കോഹിനൂർ അത് നമ്മുടെ സ്വന്തമാണെന്ന്. അവിടെ നിങ്ങളുടെ പെരുമാറ്റം ബ്രിട്ടീഷുകാരനെ പോലെ ആകട്ടെ, എന്നാൽ ചിന്തകൾ ശുദ്ധ ഭാരതീയമാകണം. പൊയ്ക്കോളൂ. പ്രണാമം. യശസ്സുണ്ടാകട്ടെ. സാവർക്കർ, സാവർക്കർ. ആര്? VVS അയ്യർ.
ഓ അയ്യർ, വന്നാട്ടെ. എടോ പാന്തുരംഗ് പന്ത് ബാബട്ട്, നിങ്ങളോ? സാവർക്കർ എവിടെ? വന്ദേ മാതരം. വന്ദേ മാതരം. വരൂ, അവിടെ ഇരിക്കൂ. സാവർക്കറിനെ വഴിയിൽ വെച്ച് കണ്ടു. എവിടേക്കോ പോവുകയായിരുന്നു. നിങ്ങൾ പോയി മുറിയിലിരിക്കൂ, ഞാൻ ഉടനെ വരാം എന്നോട് പറഞ്ഞു. മുറിയുടെ താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഗ്രന്ഥാലയത്തിൽ പോയതാവാം. അവിടെ ഇപ്പോൾ എന്തു ചെയ്യാനാണ് പോകുന്നത്? 1857 സ്വാതന്ത്ര്യ സമര പുസ്തകം എന്നേ പൂർണ്ണമായി. ഇറ്റലിയിലെ മഹാവിപ്ലവകാരിയായ ജോസഫ് മസീനിയെപ്പറ്റി എഴുതിയ പുസ്തകത്തിന്റെ 2000 പ്രതികളാണ് പ്രകാശനം ചെയ്തത്. എല്ലാം അപ്പോൾ തന്നെ വിറ്റുപോയി. ഈ പുസ്തകം സാവർക്കർ ലോകമാന്യ തിലകനാണ് സമർപ്പിച്ചത്. സാവർക്കർ മസീനിയെപ്പറ്റി എത്ര വികാരാധീനമായ ശൈലിയിലാണ് എഴുതിയത്. അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേശത്തിനായി എന്തെങ്കിലും ചെയ്യാനുള്ള അഭിനിവേശം ഉണ്ടാകുന്നു. നോക്കാം, 1857 സ്വാതന്ത്ര്യ സമരം ഒരു ചരിത്രപരമായ പ്രയാണമാണെന്ന് കാലം തെളിയിക്കും. തീർച്ചയായും ആയിരക്കണക്കിന് വീരപുത്രന്മാർ തങ്ങളുടെ പ്രാണൻ ബലിയർപ്പിച്ച ആ മഹത്തായ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം സൈനികരുടെ വെറും ഒരു കലാപമാണെന്ന് പറഞ്ഞിരുന്നു. 1857 50ാം വാർഷികം ഇവിടെ ഇന്ത്യ ഹൌസിൽ നമ്മൾ ഭാരതീയർ ആഘോഷിച്ചത് തീർച്ചയായും ആനന്ദപ്രദം തന്നെ. ശരി ബാപ്പട്ട്, നിങ്ങൾ ബോംബുണ്ടാക്കാൻ പഠിച്ചത് എവിടെ നിന്നാണ്? ഒരു റഷ്യക്കാരനിൽ നിന്ന്. ആദ്യം ഇവിടെ ഇന്ത്യ ഹൌസിൽ പ്രയോഗിച്ചു. പെട്ടെന്നൊരു ദിവസം ഒരു കലഹമുണ്ടായി. പിന്നീട് ഒരു ദിവസം ഇവിടെ ദൂരെ ജനവാസമില്ലാത്ത മലയോരത്ത് സാവർക്കറിന്റെ കൂടെ പോയി സ്ഫോടനം നടത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എല്ലാ വിശദാംശങ്ങളും എഴുതി ഭാരതത്തിലേക്ക് അയച്ചു. അവിടെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. വരൂ വരൂ സാവർക്കർ, എവിടെ പോയിരുന്നു? വന്ദേ മാതരം. വന്ദേ മാതരം. 1857 സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം ഭാരതത്തിൽ പ്രകാശനം നടത്താൻ കഴിയുന്നില്ല. ബ്രിട്ടീഷ് സർക്കാരിന് ഈ പുസ്തകത്തെപ്പറ്റി അറിവ് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ പ്രിന്റിംഗ് പ്രസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ജർമ്മനിയിൽ നിന്നും ദേവനാഗരി ലിപിയിൽ പ്രിന്റ് ചെയ്ത പുസ്തകത്തിൽ ധാരാളം തെറ്റുകളുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി പ്രകാശനം ചെയ്യുന്നതിനായിട്ട് ഹോളണ്ടിലേക്ക് അയച്ചു. ഹോളണ്ട് സ്വതന്ത്ര രാഷ്ട്രമാണ്. അവിടെ യാതൊരു തരത്തിലുമുള്ള തടസ്സമുണ്ടാകില്ല. ഇനി പറയൂ, എന്താണ് വർത്തമാനം? ബോംബിന്റെ പ്രയോഗവും അതിന്റെ രീതികളുമൊക്കെ വിശദമായി എഴുതി ഭാരതത്തിലേക്ക് അയക്കുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബാപ്പട്ടാണെങ്കിൽ ബോംബിന്റെ ഉദ്ഘാടനം പാർലമെന്റ് ഹൌസിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എന്ത്? പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, പാർലമെന്റ് ഹൌസിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യ ഹൌസിനെ പറ്റി ആലോചിക്കാൻ. എന്റെ അഭിപ്രായത്തിൽ നേരിട്ട് എതിർക്കുന്നതുവരെയും സർക്കാർ ഉണരില്ല എന്നതാണ്. ഞാൻ നേരിട്ട് എതിർക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ധർണ, ട്രെയിൻ തടയൽ, തൊഴിൽ തടയൽ, നിസ്സഹകരണ പ്രസ്ഥാനം ഒന്നും നടക്കില്ല. സർക്കാരിന് ശക്തിയുണ്ട്, സാമഗ്രികളുണ്ട്. ഈമ ചിമ്മുന്നതിനു മുമ്പ് താങ്കളെ ചവിട്ടി മെതിക്കും. രഹസ്യ സ്വഭാവത്തോടെ വ്യവസ്ഥിതമായ എതിർക്കൽ അധികം ഫലപ്രദമാകും. അപ്പോൾ സർക്കാർ നിസ്സഹായരാകും. എന്തെന്നാൽ അവർക്ക് ശത്രു ആരെന്നറിയില്ല. ചരിത്രമെടുത്തു നോക്കൂ. മിക്കവാറും സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യ സമരങ്ങൾ രഹസ്യ സംഘടനകൾ വഴിയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്നലെയും വന്നിരുന്നു, നിങ്ങളെ കണ്ടില്ല. ഇന്നലെ ഹർനാഥ് സിംഗിന്റെ കൂടെ ലണ്ടൻ ടവറിൽ പോയിരുന്നു. അവിടുത്തെ മ്യൂസിയത്തിൽ ഛത്രപതി ശിവജിയുടെ ബഖനക എന്ന ആയുധം തിരയുകയായിരുന്നു. ബഖനക കിട്ടിയിട്ട് എന്തു ചെയ്യാനാണ്? എടുത്തുകൊണ്ടുവരും. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് അയക്കും. പക്ഷെ കിട്ടിയില്ല. ആട്ടെ, എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അഭിനവ് ഭാരതിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ബാപ്പടും എല്ലാ ശനിയും ഞായറും ലണ്ടന് പുറത്ത് പട്ടണങ്ങളിൽ താമസിക്കുന്ന ഭാരതീയരെ കാണും. അവരോട് അഭിനവ് ഭാരതിനെപ്പറ്റി പറയുകയും നമ്മോടൊപ്പം ചേർക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ മൂക്കിന് കീഴെ ഇംഗ്ലണ്ടിൽ വിപ്ലവകാരികളുടെ ഒരു വലിയ സൈന്യത്തെ തന്നെ നിർത്തിയിട്ടുണ്ട്. അറിഞ്ഞോ, ഇന്ന് ഭാരതത്തിൽ നിന്ന് നല്ലൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. പറയൂ, എന്താണ് വാർത്ത?
പക്ഷേ നിങ്ങൾ രണ്ടുപേരും ബഹളം കൂട്ടരുത്. ഇല്ല 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 ഇല്ല. ബാപ്പൻ, നിങ്ങളുടെ ശ്രമം ഫലവത്തായി. ബോംബുണ്ടാക്കുന്ന രീതി രാജ്യത്ത് പ്ലേഗ് പോലെ പടർന്നിരിക്കുന്നു. അവിടെ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പദ്ധതിയിൽ വേയിച്ചുകൊണ്ടിരിക്കുക. അധികം സന്തോഷിക്കേണ്ടതില്ല. മിഡ്നാപൂരിലെ സ്ഫോടനത്തിൽ ആഴത്തിലൊരു കുഴിയേ ഉണ്ടായിട്ടുള്ളൂ. ആ കുഴിയിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷുകാരനെ കൂടെ അടക്കം ചെയ്യണമായിരുന്നു. ധാക്കയിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എലന്റെ നേരെ വെടിവെച്ചു. കിങ്സ്ഫോർഡിലെ വണ്ടിയിൽ ബോംബെറിഞ്ഞു. സ്ഫോടനത്തിന്റെ ശബ്ദം 3 മൈൽ ദൂരെ വരെ കേട്ടു അത്രേ. പക്ഷെ ഒപ്പം ഒരു ദുഃഖവാർത്തയുണ്ട്. സ്ഫോടനം നടത്തിയ 2 യുവാക്കളും പിടിക്കപ്പെട്ടു. ആദ്യത്തെ യുവാവ് പ്രഫുല്ലചന്ദ് ചാക്കി തോക്കുകൊണ്ട് തന്നെത്താൻ വെടിവെച്ചു. രണ്ടാമത്തെയാൾ നെഞ്ചു വിരിച്ചു പറഞ്ഞു, പ്രഫുല്ലചന്ദിനൊപ്പം ചേർന്ന് ഞാനാണ് ബോംബെറിഞ്ഞത്. എന്റെ പേര് ഖുദീറാം ബോസ് എന്നാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ഇനി അധിക ദൂരമില്ല. പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിക്കഴിഞ്ഞു. സൂക്ഷിക്കണം. മസീനിയും 1857 സ്വാതന്ത്ര്യ സമര പുസ്തകവും കാരണം സർക്കാരിന് എന്നെ സംശയമായിട്ടുണ്ട്. ബാരിസ്റ്റർ ഡിഗ്രി കിട്ടിയത് തന്നെ. എന്തുകൊണ്ട്? ഇവിടത്തെ ചക്രവർത്തിയുടെ നാമത്തിൽ ശപഥമെടുക്കണമല്ലോ. എന്റെ വിശ്വാസം ഗീതയിലും എന്റെ ഈശ്വരനിലുമാണ്. ഞാൻ കുറച്ചു നാളത്തേക്ക് ഫ്രാൻസിൽ പോകുന്നു. ഫ്രാൻസ്? ഫ്രാൻസ്. സാവർക്കർ, ഇത്രയും ഇരുട്ടിയിട്ട് നിങ്ങൾ ഇവിടെ മട്ടുപ്പാവിൽ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉറക്കം വരുന്നില്ല നിരഞ്ജൻ പാൽ. രാത്രിയിൽ സ്വതന്ത്ര ഫ്രാൻസ് എങ്ങനെയുണ്ടെന്ന് മട്ടുപ്പാവിൽ നിന്ന് കാണാമെന്ന് കരുതി. നിരഞ്ജൻ പാൽ, നോക്കൂ, എത്ര ശാന്തമായിട്ടാണ് പട്ടണം മുഴുവൻ ഉറങ്ങുന്നത്. അങ്ങയുടെ കയ്യിൽ ആരുടെ എഴുത്താണ്? വീട്ടിൽ നിന്ന് വന്നതാണ്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ചേട്ടൻ ഗണേശ് റാവ്, അദ്ദേഹത്തെ ഞങ്ങൾ ബാബാറാവ് എന്ന് വിളിക്കുന്നു. അഭിനവ് ഭാരതിൽ ദേശഭക്തി ഗാനങ്ങൾ അച്ചടിച്ചതിനാൽ ദേശദ്രോഹ കുറ്റം ആരോപിച്ച് അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകിയിരിക്കുന്നു. അഭിനവ് ഭാരതിലെ അനേകം അംഗങ്ങൾ തടവിലായി കഴിഞ്ഞു. 7-8 ദിവസത്തെ കഠിന പനിയെ തുടർന്ന് ചേട്ടന്റെ പുത്രൻ പ്രഭാകർ മരിച്ചുപോയി. നിരഞ്ജൻ ബാബു, സ്വാതന്ത്ര്യത്തിനായുള്ള നമ്മുടെ ദേശത്തിലെ വിപ്ലവം ജനകീയ വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈയിടെ ഘട്നാസിക്കിലെ ഒരു സംഭവം പറയാം. നാസിക്കിലെ വിജയാനന്ദ് തിയേറ്റർ നാടകാസ്വാദകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ശാരദ എന്ന നാടകം അരങ്ങേറാൻ തുടങ്ങുകയായിരുന്നു. അതിഥിയായി കളക്ടർ ജാക്സൺ എത്തിയിരുന്നു. 3ാമത്തെ ബെല്ലടിച്ചതും ഒരു യുവാവ് മുന്നോട്ട് വരികയും തോക്കുകൊണ്ട് ജാക്സന്റെ നെഞ്ചിലേക്ക് 3 വെടിയുണ്ട ഉതിർക്കുകയും ചെയ്തു. ആ യുവാവിന്റെ പേര് ആനന്ദ് കാൽഹെരെ. അഭിനവ് ഭാരതിന്റെ അംഗം വൈദ്യ. തോക്ക് ലണ്ടനിൽ നിന്നും സാവർക്കർ അയച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മദൻലാൽ ഡീങ്കാര നാഷണൽ ഇന്ത്യൻ അസോസിയേഷന്റെ വാർഷികാഘോഷത്തിന് 100 കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് സർ കർസൻ വായിലിയെ വെടിവെച്ചു കൊന്നു. ഡെയിലി ന്യൂസിൽ മദൻലാൽ ഡീങ്കരയുടെ പ്രസ്താവനയുണ്ടായിരുന്നു, ഞാനൊരു വെള്ളക്കാരന്റെ രക്തം ഭൂമിയിൽ ഒഴുക്കാൻ ശ്രമിച്ചുവെന്ന്. ദേശാഭിമാനികളായ ഇന്ത്യൻ യുവാക്കളെ എത്രത്തോളം നിർദ്ദയമായിട്ടാണ് തൂക്കിലേറ്റിയത്, നാടുകടത്തിയത്. അതിന്റെ പ്രതികാരത്തിനായിട്ട് ഞാനൊരു ചെറിയ കാര്യം ചെയ്തു. ഭാരതഭൂമിയിൽ എപ്പോൾ വരെ ബ്രിട്ടീഷുകാരുണ്ടാകുമോ അതുവരെ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. മാതൃഭൂമിക്ക് വേണ്ടി സ്വന്തം രക്തം നൽകുന്നതിനപ്പുറം എന്റെ പക്കൽ വേറൊന്നുമില്ല. ആത്മബലിയിലൂടെ ഞാൻ ഭാരതപുത്രന്മാർക്ക് അറിവ് പകരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈശ്വരനോട് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, വീണ്ടും വീണ്ടും എന്നെ എന്റെ മാതൃഭൂമിയിൽ ജനിപ്പിക്കണേ എന്ന്. എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും എന്റെ പ്രാണൻ ആഹുതി ചെയ്യാൻ കഴിയൂ. വന്ദേ മാതരം. പ്രിയപ്പെട്ട മദൻലാൽ ഡീങ്കര, നിങ്ങൾ ധന്യനാണ്. നിരഞ്ജൻ ബാബു, എനിക്ക് ലണ്ടനിൽ പോകണം.
സാവർക്കർ, എന്താണ് ഈ പറയുന്നത്? ഒന്നിനു പുറകെ ഒന്നായി എത്രയോ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. ലണ്ടനിൽ എത്തുമ്പോൾ തന്നെ താങ്കളെ വിലങ്ങുവെക്കും. പണ്ഡിറ്റ് ശ്യാംജി കൃഷ്ണൻ ഇന്ത്യ ഹൌസിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പോലീസിനെ ഭയന്ന് ഞാനിവിടെ ഫ്രാൻസിലിരിക്കണോ? അത് തന്നെയാണ് മിടുക്ക്. ഫ്രാൻസ് സ്വതന്ത്ര രാഷ്ട്രമാണ്. താങ്കൾ ഇവിടെ സുരക്ഷിതനാണ്. ബ്രിട്ടീഷ് പോലീസിന് ഈ ഭൂമിയിൽ കാലുപോലും കുത്താൻ കഴിയില്ല. ഇത് ഭീരുക്കളുടെ പണിയാണ്. അങ്ങനെയെങ്കിൽ വിപ്ലവത്തിന്റെ സ്വപ്നമായി തന്നെ ശേഷിക്കും. നമ്മുടെ ആളുകൾ സ്വാതന്ത്ര്യത്തിന്റെ അഗ്നികുണ്ഡത്തിൽ രക്തം കൊണ്ട് ആഹുതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ ഒളിച്ചിരിക്കണോ? ഇത് തർക്കത്തിന്റെ സമയമല്ല. എല്ലാ യുദ്ധത്തിലും സൈന്യം തീർച്ചയായും യുദ്ധം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ പദ്ധതി സേനാനായകനാണ് ചെയ്യുന്നത്. സേനാനായകനില്ലെങ്കിൽ സൈന്യം ദിശ തെറ്റിയവരും ഉത്സാഹമില്ലാത്തവരുമായി മാറുന്നു. അങ്ങ് ഞങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. പോയില്ലെങ്കിൽ ആൾക്കാരെന്നെ പരിഹസിക്കും. എന്റെ നെടുങ്കൻ പ്രസ്താവനകൾ മറ്റുള്ളവരെ വെറുതെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ? എനിക്ക് സ്വയം ഏതു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ലയോ, ആ മാർഗത്തിലൂടെ മറ്റുള്ളവരോട് പോകാൻ പറയുന്നതെങ്ങനെ? നേതാവിന്റെ ജോലി മുന്നോട്ട് വന്ന് നേതൃത്വം നൽകുകയാണ്. ഏതെങ്കിലും ഭയത്താൽ ഒളിച്ചിരിക്കുകയല്ല. നമ്മുടെ ആളുകൾ ജീവൻ കൈവെള്ളയിൽ വച്ച് ശത്രുക്കളോട് പൊരുതുന്നു, ചിരിച്ചുകൊണ്ട് തൂക്കിലേറുന്നു. ഇവിടെ ഞാൻ ഇല്ല. നമ്മുടെ സൈന്യത്തെ നയിക്കാൻ വേണ്ടി നാളെ എനിക്ക് പോകണം. പോയേ പറ്റൂ. സാവർക്കർ ലണ്ടനിൽ അറസ്റ്റിൽ. സാവർക്കർ ലണ്ടനിൽ അറസ്റ്റിൽ. സാവർക്കറിനെ സമുദ്രമാർഗത്തിലൂടെ ഭാരതത്തിൽ അയക്കാനുള്ള തയ്യാറെടുപ്പ്. മാർഗമധ്യേ മാർസലിസ് തുറമുഖത്തിനടുത്ത് കപ്പലിൽ നിന്ന് സമുദ്രത്തിൽ ചാടി ഒളിവിൽ പോകാനുള്ള സാവർക്കറിന്റെ പ്രയത്നം വിഫലമായി. ഭാരതത്തിലെത്തിയിട്ട് സാവർക്കറിനെ നാസിക്കിലെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. സാവർക്കറിന്റെ പേരിൽ രാജ്യദ്രോഹത്തിന്റെ കേസ് ആരംഭിച്ചു. പൂനെയിലെ യർവാദ കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. ഇപ്പോൾ ബോംബെയിലെ ഡോങ്കരി കാരാഗൃഹത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് കോടതി വിധി വരും. ഞാൻ ആരാണ്? ഞാനൊരു ഭാരതീയനാണ്. ഞാൻ ഭാരതത്തിലെ ഉത്തരവാദിത്വമുള്ള പൗരനാണ്. ഇംഗ്ലീഷുകാർ ഇവിടുത്തെ പൗരന്മാരല്ല. ഈ രാജ്യത്തിൽ അവർക്ക് അധികാരമില്ല. ഈ രാജ്യത്തിന്റെ ആദ്യ അധികാരം ഞങ്ങൾ ഭാരതീയർക്കാണ്. സ്വാതന്ത്ര്യം ആവശ്യപ്പെടുക എന്നത് ഞങ്ങളുടെ ജന്മസിദ്ധ അധികാരമാണ്. താങ്കളുടെ ദൃഷ്ടിയിൽ ഇത് അപരാധമാണെങ്കിൽ അപരാധം തന്നെ ആവട്ടെ. വിനായക് ദാമോദർ സാവർക്കർ ഭാരതത്തിലെ ഒരു വിപ്ലവകാരിയാണ്. ഭാരതാംബയ്ക്ക് എപ്പോൾ വരെ സ്വാതന്ത്ര്യം കിട്ടുന്നില്ലയോ അപ്പോൾ വരെ വിപ്ലവകാരി തന്നെയായിരിക്കും. ഈ കാര്യം അഭിമാനത്തോടെ പ്രസ്താവിക്കുന്നു. ഈ കോടതി ആരോപണത്തിന്റെ ഗാംഭീര്യത്തെ മുൻനിർത്തി വിനായക് ദാമോദർ സാവർക്കറിന് ആജീവനാന്ത കാരാഗൃഹ ശിക്ഷ വിധിക്കുന്നു. 2 ആരോപണത്തിനുമായി വിനായക് ദാമോദർ സാവർക്കർ 2 ആജീവനാന്ത ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. നന്ദി. 2 ആരോപണത്തിന് 2 ആജീവനാന്ത കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ താങ്കൾക്കും പുനർജന്മത്തിൽ വിശ്വാസമുണ്ട്. 2 ആജീവനാന്ത കാരാഗ്രഹമെന്നാൽ 50 വർഷത്തെ ശിക്ഷ. 1 ആജീവനാന്ത കാരാഗ്രഹ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ എന്റെ മരണം നടക്കുകയാണെങ്കിൽ 2ാമത്തെ ശിക്ഷ അനുഭവിക്കുന്നതിനു വേണ്ടി എനിക്ക് വീണ്ടും ഈ പവിത്ര ഭാരതഭൂമിയിൽ ജനിക്കേണ്ടതായി വരും. ഇതെന്റെ സൗഭാഗ്യമാണ്, എന്റെ സൗഭാഗ്യം. വന്ദേ മാതരം,
വന്ദേ മാതരം, വന്ദേ മാതരം. വിഷമിക്കേണ്ട, അമ്മയുടെ അനുഗ്രഹത്താൽ അങ്ങ് തീർച്ചയായും മോചിതനാകും. യമുന, നിങ്ങളുടെ ധൈര്യം കണ്ടിട്ട് സന്തോഷം തോന്നുന്നു. കൂടുണ്ടാക്കലും സന്താനങ്ങളെ സൃഷ്ടിക്കലും കാക്ക, പ്രാവ് മുതലായ പക്ഷികളും ചെയ്യുന്നുണ്ട്. മനുഷ്യൻ എന്ന നിലയിൽ ഈ രാജ്യത്തിനോടും സമൂഹത്തിനോടും നമുക്ക് കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. എന്നെ എന്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ അനുവദിക്കൂ. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യം മറക്കാതിരിക്കുക. സാവർക്കറിനെ കാലാപാനി അഥവാ ആൻഡമാനിലെ സെല്ലുലർ ജയിലിൽ കൊണ്ടുപോകുന്നതിനായി ബോംബെയിലെ ഭായ്ഖല കാരാഗൃഹത്തിൽ നിന്ന് മദ്രാസിലെ തുറമുഖത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് കാലാപാനിയിലേക്ക് കൊണ്ടുപോകും. ജൂലൈ 4 കുപ്രസിദ്ധ സെല്ലുലാർ ജയിലിന്റെ മരണവാതിൽ തുറക്കപ്പെടുകയും 2 ആജീവനാന്ത കാരാഗൃഹ ശിക്ഷ അനുഭവിക്കുന്നതിന് സാവർക്കറിനെ ജയിലിലിടുകയും ചെയ്യുന്നു. സെല്ലുലാർ ജയിലിലെ തടവുകാരൻ 32,778, ക്ലാസ് 3C, മുറി 2, തടവ് 1910. എഴുന്നേറ്റ് നിൽക്കൂ. എന്തിന്? ഭാര്യ സാഹിബ് വരുന്നു. വരട്ടെ. എടോ, എഴുന്നേറ്റ് നിൽക്കൂ. മാർസിലിസിൽ ഓടിപ്പോകാൻ ശ്രമിച്ചത് നീ തന്നെയായിരുന്നു. എന്തിനാണ് സ്വാതന്ത്ര്യം? നീ എന്തിനാണ് സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നം കാണുന്നത്? സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാറുണ്ട്. 2 ആജീവനാന്ത കാരാഗൃഹവാസം, അതായത് 50 വർഷം. നിനക്ക് തോന്നുന്നുണ്ടോ നീ അത്രയും കാലം ജീവിച്ചിരിക്കുമെന്ന്? അങ്ങയ്ക്ക് തോന്നുന്നുണ്ടോ 50 വർഷം വരെയും ഭാരതത്തിൽ ഇംഗ്ലീഷുകാരുടെ ഭരണമായിരിക്കുമെന്ന്? ഇത് കാലാപാനിയാണ്, കാലാപാനി. ഈ ജയിലിന്റെ 4 ചുറ്റും ഘോരവനമാണ്. ഭയങ്കര കാട്ടുമൃഗങ്ങളെ കൊണ്ടും അപകടകാരികളായ നരഭോജികളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നും ഓടിപ്പോകാനുള്ള ദുസ്സാഹസം കാട്ടിയാൽ മരിക്കും. മനസ്സിലായോ? വിഷമിക്കണ്ട, എനിക്കറിയാം. പോർട്ട് ബ്ലെയർ മാർസിലസി അല്ലെന്ന്. പുറത്ത് കാട്ടിൽ അട്ടക്കൂട്ടം മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. വൃക്ഷത്തിന് താഴെ ആരെങ്കിലും എത്തിയാൽ ഉടൻ തന്നെ അവ പറ്റിപ്പിടിച്ച് രക്തമൊഴുക്കും. പുറത്തെ ജോലിയും അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ഇഷ്ടികപ്പണി ചെയ്യിക്കും, ചിലപ്പോൾ കപ്പലിൽ നിന്നും സാധനമിറക്കിക്കും, ചിലപ്പോൾ സാറന്മാരുടെ ട്രോളി തടവുകാർ കുതിരയെപ്പോലെ വലിച്ചുകൊണ്ട് ഓടുന്നു. ചിലപ്പോഴൊക്കെ വീപ്പയിൽ വെള്ളം നിറച്ച് മലയുടെ മുകളിൽ ഉയർന്ന കുന്നിൽ അധികാരികളുടെ വീട്ടിൽ വെള്ളം എത്തിക്കേണ്ടി വരും. കുന്നിൻ മുകളിൽ നിന്ന് കാൽ വഴുതിയാൽ മരണത്തിന്റെ വായിൽ തന്നെ എത്തപ്പെടും. കൊള്ളാം. നിങ്ങളെ കാണുന്നതിനായി നാളെ എന്റെ മോൾ വരും. അവൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആരാണോ എല്ലാ സുരക്ഷയും ഭേദിച്ച് കൗശലപൂർവം സമുദ്രത്തിൽ ചാടിയത്, ആരാണോ ബാരിസ്റ്റർ ഡിഗ്രി വേണ്ടെന്ന് വെച്ചത്, ആർക്കാണോ 2 ആജീവനാന്ത കാരാഗൃഹവാസം ലഭിച്ചത്, ആ നിങ്ങളെ. ഇപ്പോഴത്തെ കുട്ടികൾ ഭ്രാന്തരാണ്. ഇപ്രകാരം വിവരമുള്ള ഭ്രാന്തരെ കണ്ടാൽ സന്തോഷം തോന്നും. സാവർക്കർജി, താങ്കൾ ഇങ്ങോട്ട് മുന്നോട്ട് വരൂ. താങ്കളുടെ ചേട്ടൻ ഗണേശറാവു ഇപ്പോൾ ഇതിലേ പോകും. കണ്ടോളൂ. സംസാരിക്കരുത്. ഇവിടെ സംസാരിക്കാൻ പാടില്ല. ശരി, ഞാൻ പോകുന്നു. താത്യ, നീ ഇവിടെ? അതെ, ബാബ ഒറ്റയ്ക്കാണല്ലോ. ഒരു കൂട്ടാകാമെന്ന് വിചാരിച്ചു. താത്യ, നീ ഇതെന്താണ് ചെയ്തത്? പുറത്തെ കാര്യം ആര് നോക്കും? അതിനല്ലേ ഭഗവാൻ 3 സഹോദരങ്ങളെ തന്നത്. നാരായണറാവ് ഒളിയിലുണ്ടല്ലോ. നമ്മുടെ പയ്യൻ നല്ല ആരോഗ്യമുള്ളൊരു യുവാവായി കഴിഞ്ഞു. ഏയ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സംസാരിക്കാൻ പാടില്ലെന്നറിയില്ലേ? ഭാര്യ സാഹിബ് വരട്ടെ. ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. പാടാണിന്റെ കുഞ്ഞെ, മര്യാദയ്ക്ക് സംസാരിക്ക്.
അല്ലെങ്കിൽ തേങ്ങ പൊട്ടിക്കുന്നത് പോലെ കൊട്ടുപടി കൊണ്ട് നിന്റെ തല അടിച്ചു പൊട്ടിക്കും. നീയും ഒരു സാധാരണ തടവുകാരനാണെന്ന് മറക്കണ്ട. വാർഡന്റെ പണി കിട്ടിയെന്ന് കരുതി നീ ലാഡ് സാഹിബിനേക്കാൾ വലുതാണെന്നല്ല. എന്റെ ചേട്ടൻ നിങ്ങളെപ്പോലെ കള്ളനും കൊള്ളക്കാരനുമല്ല, രാഷ്ട്രീയ തടവുകാരനാണ്. രാഷ്ട്രീയ തടവുകാരൻ. എന്തുണ്ടായി? സർ, തടവുകാരൻ ഗണേശ് റാവു ഇയാളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആര്? ഗണേശ് റാവു? ഗണേശ് റാവു സാവർക്കർ. അവനോട് ഇയാളെ പറ്റി ആര് പറഞ്ഞു? സർ, ആ ഹിന്ദുസ്ഥാനി വാർഡനില്ലേ, തീർച്ചയായും അയാളുടെ പണിയായിരിക്കും. ഞാനിപ്പോൾ തന്നെ അവനെ ശരിയാക്കുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും ചങ്ങലക്കിട്ട് തലകീഴായി തൂക്കിയിട്. നാളെ മുതൽ 14 ദിവസത്തേക്ക് ചക്കിൽ ഉഴാൻ വിട്. ദിവസം 30 പൗണ്ട് എണ്ണ എടുക്കണം. വിപ്ലവമൊക്കെ മറന്നുപോകും. അയ്യോ 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 അയ്യോ. ഗണേഷ് റാവു, ഇവിടെ ഇരിക്കേണ്ട, പോകൂ, നിന്റെ ജോലി ചെയ്യൂ. ആരെങ്കിലും കണ്ടാൽ ഏഷണി പറഞ്ഞു തുടങ്ങും. എന്നെ ഡോക്ടറെ കാണിക്കൂ. തല പൊട്ടിപ്പോകുന്നു. 4 ദിവസമായി തുടങ്ങിയിട്ട്. എന്നാൽ ഞാൻ പറയുന്നത് ആരും ചെവികൊള്ളുന്നുമില്ല. ഞാൻ ബാരി സാഹിബിനോട് അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല, ഇത് ജോലി ചെയ്യാതിരിക്കാനുള്ള ഒഴിവ് കഴിവാണെന്ന്. ഒന്ന് ഡോക്ടറെ കാണിക്കൂ. ഡോക്ടർ പറയും ഒഴിവ് കഴിവാണോ സത്യമാണോ എന്ന്. ഓ ഗണേഷ് ബാബു, ആ ഡോക്ടറും ബാരി സാഹിബിനെ ഭയക്കുന്നു. ഏതെങ്കിലും കുറ്റവാളിയെ പറ്റി ബാരി സാഹിബ് എന്ത് പറയുന്നോ അതുമാത്രമാണ് ഡോക്ടർ എഴുതുന്നത്. 104 ഡിഗ്രി പനി വരെ ആരും ഒന്നും പറയില്ല. അയ്യോ ഈയടോ, അങ്ങനെയെങ്കിൽ ഞാൻ ചത്തുപോകും. പഠാൻ 3 തടവുകാരെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരുടെയും മുൻപിൽ വച്ച് ചാട്ടവാർ കൊണ്ട് അടുപ്പിക്കുന്നതിന്. അപ്പോൾ എല്ലാവരും ഭയപ്പെടുമല്ലോ. ഗണേഷ് റാവു പോവൂ, ഇല്ലെങ്കിൽ ഞാനും വഴക്ക് കേൾക്കേണ്ടി വരും. ഇവിടെ എന്താണ് നടക്കുന്നത്? തലയിട്ടടിച്ചതുകൊണ്ടൊന്നും ഒന്നും നടക്കില്ല. ഇനിയും ധാരാളം പണിയുണ്ട്. നടക്ക്. നേരെ നിൽക്ക്. ഇന്ന് ബാരി സാഹിബ് 3 പേരെയും വിവരം അറിയിക്കും. ഇവിടെ മിടുക്ക് കാണിക്കുന്നവർ ഒന്നുകിൽ ഭ്രാന്തനാകും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. നിങ്ങൾ ഹർത്താൽ നടത്തുകയായിരുന്നു. എന്താ കരുതിയത്? സ്വന്തം കുടുംബഭരണമാണെന്നു. ഇത് ഭാര്യയുടെ ജയിലാണ്. ഇതിനെ കാലാപാനി എന്ന് പറയുന്നു. ഇവിടെ ആളുകളെ അയക്കുന്നത് ചാകാൻ വേണ്ടിയാണ്. എന്താ പേര്? നന്ദഗോപാൽ. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങൾക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ അധികാരമുണ്ട്. ഓഹോ, മനുഷ്യരോ? ജയിലിൽ മനുഷ്യർ വരാറില്ല. അയ്യോ അയ്യോ. നിന്റെ പേരെന്താണ്? ഇന്ദുഭൂഷൺ. ഞങ്ങൾ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. ഞങ്ങളോട് മനുഷ്യരെ പോലെന്ന പോലെ പെരുമാറണം. ഇപ്പോ ചെയ്യാം മനുഷ്യരെ പോലത്തെ പെരുമാറ്റം. നിന്റെ പേരെന്താണ്? ഉത്സാഹർ ദത്ത്. ഞങ്ങൾ അന്യായം സഹിക്കില്ല. അയ്യോ, ചക്ക വലിക്കുന്നത് മൃഗങ്ങളുടെ ജോലിയാണ്. ഞങ്ങൾ ഞങ്ങൾ മൃഗങ്ങളുടെ ജോലി ചെയ്യില്ല. ചെയ്യില്ലെന്നോ? ചെയ്യേണ്ടി വരും. ഹർത്താൽ. ഇവിടെ ജയിലിൽ ഹർത്താൽ നടത്തുന്ന ഓരോരുത്തരുടെയും തോലുരിയും വിപ്ലവകാരിയാകാൻ വന്നിരിക്കുന്നു. എനിക്കറിയാം നിങ്ങളെ ആരിളക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്. ആ ബോംബെറിയുന്ന വിദ്രോഹി സാവർക്കർ അല്ലേ? ആ സാവർക്കറിനെ കൊണ്ടുവരൂ. അവൻ ചക്കു വലിക്കുന്ന സമയത്ത് ബോധം കെട്ടു വീണു. എടോ, ഒന്നും ഉണ്ടായില്ല. വലിച്ചിഴച്ചു കൊണ്ടുവാ.
ഇവിടെ ഞാൻ എന്ത് പറയുന്നുവോ അത് നിങ്ങൾ എല്ലാവരും അനുസരിക്കണം. അച്ചടക്കമാണ്. ചെവി തുറന്ന് കേൾക്ക്. അച്ചടക്കം ലംഘിക്കുന്നവർക്ക് ഈ ജയിലിൽ സ്ഥലമില്ല. അച്ചടക്കം ലംഘിക്കുന്നവൻ ഒന്നുകിൽ സ്വയം ചാകുന്നു, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു. ഇവിടെ ജീവിക്കണമെങ്കിൽ അനുസരിക്കുക മാത്രം ചെയ്യുക. പിന്നെ മിണ്ടാതെ പണിയെടുക്കുക. ഈ 3 പേരെയും തലകീഴായി തൂക്കിയിട്. ശരി സർ. ഇവരിൽ ആരാണ് ആഹാരം കഴിക്കാത്തത്? ഈ നന്ദഗോപാൽ. തൂക്കിയിടുന്നതിന് മുൻപ് അവന്റെ വായിൽ കൊക്കയും നിറച്ചു കൊടുക്ക്. ആരെങ്കിലും ഒക്കെയും ചാകട്ടെ. സെല്ലുലാർ ജയിലിൽ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. കുറച്ചെങ്കിലും തുലയട്ടെ. എല്ലാവരും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രുക്കളാ. ഹിന്ദുസ്ഥാനി വാർഡൻ സാവർക്കറിനെ കൊണ്ടുവരുന്നു. വന്നാലും വിപ്ലവകാരി വന്നാലും ജയിലിൽ നല്ലവരായ തടവുകാരെ വഴിതെറ്റിക്കുന്നത് നിർത്തിക്കോ. അല്ലെങ്കിൽ എല്ലാവരും ചാകാതെ ചാകും. ഈശ്വരൻ എല്ലാവർക്കും ബുദ്ധി കൊടുത്തിട്ടുണ്ട്. വേണ്ടതും വേണ്ടാത്തതും എല്ലാം എല്ലാവർക്കും അറിയാം. ബാക്കി തടവുകാർ 30 പൗണ്ട് എണ്ണയാട്ടുന്നു. നീ എടുത്തപ്പോൾ എന്താണ് എണ്ണ കുറഞ്ഞു പോയത്? അവർക്ക് വായിക്കാനും എഴുതാനും അറിയാമോ? ഇല്ല, അവർ ജോലി ചെയ്തു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ജോലി ചെയ്ത് ശീലമുണ്ട്. ഇത് കാലാപാനിയുടെ ജയിലാണ്. ഇവിടെ രാപ്പകൽ മരണം താണ്ഡവമാടുന്നു. എനിക്കറിയാം, നീ പേന ഉരയ്ക്കുന്നുണ്ട്. ബോംബെയിലെ ഡോങ്കരി കാരാഗൃഹത്തിൽ നീ ഏതോ മഹാകാവ്യം എഴുതിയല്ലോ. എന്തായിരുന്നു അത്? ശ്രേഷ്ഠ ബലിദാനി ഗുരു ഗോവിന്ദ് സിംഗ്. സെല്ലുലാർ സെല്ലിലെ 7ാം നമ്പർ ചുണ്ണാമ്പ് മുറിയിലും നീ കമലാകാവ്യം എഴുതി. ഗോമാം അന്തക്. അറിയില്ല, എന്തൊക്കെയോ കൊള്ളരുതാത്ത കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. നിന്റെ മുഴുവൻ ജാതകവും എന്റെ പക്കലുണ്ട്. നിന്റെ ചേട്ടത്തി നിന്നെ കാത്തുകാത്ത് ദൈവത്തിന് പ്രിയപ്പെട്ടവളായി. നിങ്ങൾ 2 സഹോദരന്മാരും കാളയെപ്പോലെ ചക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും അസ്വസ്ഥരാണ്. ഇവിടെ കാളയില്ല, ചക്ക് വലിച്ചേ മതിയാകൂ. ഇനി നിന്റെ പഠിത്തം കൊണ്ട് എന്ത് പ്രയോജനം? ഇന്ന് 2 എഴുത്തു വന്നിട്ടുണ്ട്. ഒന്ന് നിന്റെ BA ഡിഗ്രി റദ്ദാക്കിക്കൊണ്ടുള്ളത്. ബ്രിട്ടീഷ് സർക്കാരും നിന്റെ ബാരിസ്റ്റർ ഡിഗ്രി അസാധുവാക്കി. ഇത്തരം പഠിത്തം കൊണ്ട് എന്തു ലാഭം? വിദ്യാഭ്യാസം ലാഭനഷ്ടത്തിനായിട്ടല്ല, അറിവിന് വേണ്ടിയാണ്. പണം സമ്പാദിക്കാനായിട്ട് ഞാൻ വിദ്യ നേടിയിട്ടില്ല. നിങ്ങളുടെ സർക്കാരിന് കടലാസിൽ തടസ്സം സൃഷ്ടിക്കാൻ കഴിയും, എന്റെ ജ്ഞാനത്തിലല്ല. ഇന്നലെ തടവുകാരും ഭക്ഷണം കഴിച്ചില്ല. പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണെന്ന്? ആയിരക്കണക്കിന് ആളുകളുടെ ഭക്ഷണം നഷ്ടമായി. ലോകമാന്യ തിലക്, അദ്ദേഹത്തിന്റെ മരണത്തിൽ എല്ലാ ആളുകളും ഒരു ദിവസത്തേക്ക് ഉപവസിച്ചതാണ്. ആ സത്യസന്ധതയും ശുദ്ധതയുമുള്ള ആത്മാവിന് ഞങ്ങളുടെ ശ്രദ്ധാഞ്ജലിയായിരുന്നു അത്. ഓ, ദേശപ്രേമം. എനിക്ക് TBയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് ചികിത്സ ആവശ്യമുണ്ട്. ഒട്ടും ആവശ്യമില്ല. വലിയ ധൈര്യശാലിയായ വ്യക്തിയല്ലേ, തനിയേ സുഖമാകും. ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് പോകും. ജോർജ് 5 ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ വിരാജിക്കുന്നു. അദ്ദേഹത്തിന്റെ രാജ്യാഭിഷേകം ഹിന്ദുസ്ഥാൻ മുതൽ ഇംഗ്ലണ്ട് വരെയും ആഘോഷിക്കുന്നു. ഈ സന്തോഷത്തിന്റെ അവസരത്തിൽ 183 പ്രതികളുടെയും ശിക്ഷ മാപ്പാക്കുന്നുണ്ട്. ആ പട്ടികയിൽ നിങ്ങൾ 2 സാവർക്കർ സഹോദരങ്ങളുടെയും പേരില്ല.
Brothers, we all are born free. Brothers, we all are born free. ഉല്ലാസർദത്ത് ഭ്രാന്തനായി കഴിഞ്ഞു. 8 ദിവസം ഇയാളെ തലകീഴായി കെട്ടിത്തൂക്കി കിടത്തി. ചക്ക് വലിക്കാൻ മടിച്ചപ്പോൾ ചക്കിൽ കെട്ടി വലിച്ചു. രാത്രി മുഴുവൻ കറണ്ടടിപ്പിച്ചു. തടവുകാരുടെ സംരക്ഷകൻ ഭാര്യയ്ക്ക് ഇപ്പോഴും തോന്നുന്നത് ഉല്ലാസകർ ഭ്രാന്ത് അഭിനയിക്കുകയാണെന്നാണ്. സാവർക്കർജി, ഇന്ദുഭൂഷൺ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്തു. ഹേ പ്രഭു, ഉല്ലാസകർ, ഇന്ദുഭൂഷൺ എല്ലാവരും രാഷ്ട്രീയ തടവുകാരാണ്. ഭാര്യയുടെ താൽപര്യപ്രകാരം പഠാൻ ലാത്തിയും വടിയും കൊണ്ട് ഇന്ദുഭൂഷണെ തല്ലി. ഇന്ദുഭൂഷൺ 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 സാവർക്കർ, നിങ്ങൾ എപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്? താങ്കൾക്ക് ശേഷം. എനിക്കറിയാം, ജയിലിലെ ഹർത്താലും എല്ലാ അച്ചടക്ക ലംഘനവും നിങ്ങൾ പഠിപ്പിക്കുന്നതാണെന്ന്. ആളുകൾ ജോലി ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ബംഗാളിലെ നാനി ഗോപാലൻ കുളിയും കഴുകലും തീറ്റയും കുടിയും എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. പറഞ്ഞു മനസ്സിലാക്കിക്കൂ, അല്ലെങ്കിൽ മരിച്ചു പോകും. ആരെങ്കിലും ചാകുന്നതിനെക്കുറിച്ചുള്ള ചിന്ത അങ്ങയ്ക്ക് എപ്പോഴാണ് ഉണ്ടായി തുടങ്ങിയത്? 16-17 വയസ്സുള്ള ആ യുവാവിനെ എത്ര കഷ്ടപ്പെടുത്തുന്നു താങ്കൾക്കറിയാമായിരിക്കുമല്ലോ. 17 വയസ്സുള്ള കുട്ടിക്ക് ചക്ക് വലിക്കാൻ പറ്റുമോ? അവന്റെ കമ്പിളി വലിച്ചെടുക്കപ്പെട്ടു, വസ്ത്രം കീറിക്കളഞ്ഞു. ഈ തണുപ്പിൽ അവൻ തറയിൽ നഗ്നനായി കിടക്കുന്നു. സാഹബ്, ഈ പരമാനന്ദ് ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. എടാ പട്ടി, എന്താണ് പണി ചെയ്യാത്തത്? സാഹബ്, ചീത്തയരുത്. ഞാൻ പട്ടിയല്ല, മനുഷ്യനാണ്. മനുഷ്യനല്ല, നീ പട്ടിക്കുട്ടിയാണ്. ഭാര്യ, രാഷ്ട്രീയ തടവുകാരോട് മര്യാദയ്ക്ക് പെരുമാറാൻ ശീലിക്കണം. ഞാൻ ഝാൻസിയിലെ പരമാനന്ദാണ്, ഓർമ്മ വേണം. പിടിച്ചുകൊണ്ടുപോ. ഈ വൃത്തികെട്ടവനെ ചങ്ങലക്കിട്ട് കെട്ടിത്തൂക്കൂ. കൊണ്ടുപോകൂ. ഇപ്പോൾ വ്യക്തമായി, ഇവിടെ ഈ ജയിലിൽ എന്നെ കഴമ്പില്ലാത്ത ആരോപണത്തിൽ കുടുക്കാനുള്ള ഗൂഢാലോചന നടന്നു. ചിലപ്പോ എന്റെ മുറിയിൽ പിച്ചാത്തി വെച്ചിട്ട്, വ്യാജ കത്ത് കാണിച്ചിട്ട്, പലപ്പോഴും എന്റെ സ്വാഭിമാനത്തെ തകർക്കാൻ വേണ്ടി നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് ചീത്ത പറയിച്ചിട്ട്. സാവർക്കർജി, ഇവൻ അന്നവും ജലവും ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ മിണ്ടുന്നത് പോലുമില്ല. നാനി ഗോപാൽ, ഇവിടെ വരൂ. എന്നോടും സംസാരിക്കില്ലേ? നിങ്ങൾ ബംഗാളിലെ ധീരനായ വിപ്ലവകാരിയല്ലേ? ബംഗാളിന്റെ വിഭജനം തടയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. ഇനിയും നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിലതൊക്കെ ചെയ്യുന്നതിനായി ജീവിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ധൈര്യശാലിയായ നാനി ഗോപാൽ അന്നവും ജലവും ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാനും ആഹാരം ഉപേക്ഷിച്ചു. ഇല്ല, അങ്ങനെ ചെയ്യരുത്. താങ്കൾ വിശന്നിരിക്കരുത്. ഞാൻ ഭക്ഷണം കഴിക്കാം. ഞാൻ ഇപ്പോൾ തന്നെ പോകാം. പോകുകയാണ് ഞാൻ. താങ്കളും എന്തെങ്കിലും കഴിച്ചാലും. സാവർക്കർ, ആഭ്യന്തരമന്ത്രി സർ കടാക് സാഹബ് ജയിലിന്റെ നിരീക്ഷണത്തിനായി ബാരി സാഹിബിനൊപ്പം ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ മുൻപിൽ അധികം സംസാരിക്കരുതെന്ന് ബാരി സാഹിബ് പറഞ്ഞു. പിന്നെന്തിനാണ് എന്നെ കാണിക്കുന്നത്? നിങ്ങളുടെ ഏതെങ്കിലും ഇഷ്ടക്കാരെ കാണിക്കൂ. അല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആംഗ്യത്തിൽ പകലിനെ രാത്രിയെന്നും രാത്രിയെ പകലെന്നും പറയാൻ. സാവർക്കറിനെ കാണണമെന്ന്
സർ ഖഡാക് സാഹബ് സ്വയം ആവശ്യപ്പെട്ടതാണ്. സാവർക്കർ, ഇദ്ദേഹം മാന്യ ആഭ്യന്തരമന്ത്രിയാണ്. നമസ്കാരം. നമസ്കാരം. പറയൂ സാവർക്കർ, താങ്കൾക്ക് എന്ത് പരാതിയാണുള്ളത്? ബാരി സാഹിബ്, സംസാരിക്കാമോ? ആ, പറഞ്ഞോളൂന്നേ, ഞാനല്ലേ പറയുന്നത്. സാർ, ഇത് ബാരി സാഹിബിന്റെ ജയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബാരി സാഹിബിനോട് ചോദിച്ചത്. സാർ, തടവുകാരോട് മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ തടവുകാരെ കൊണ്ട് കാളകളെ എന്ന പോലെയാണ് ചക്ക് വലിപ്പിക്കുന്നത്. ഓരോ ആഴ്ചയിലും തല കീഴായി കെട്ടിത്തൂക്കും, ചീത്ത പറയും, ചാട്ട കൊണ്ടടിച്ച് തൊലി ഉരിയും, നിർബന്ധിച്ച് മതം മാറ്റുന്നു. പാതി വെന്ത ആഹാരത്തിൽ അട്ടയെയും പാമ്പിനെയും ഇട്ട് തീറ്റിക്കുന്നു. വർഷങ്ങളായി ഉപയോഗശൂന്യമായ കിണറ്റിലെ നാറ്റവെള്ളം കുടിപ്പിക്കുന്നു. രാത്രിയിൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും പോകാൻ അനുവദിക്കുന്നില്ല. ഉറങ്ങുന്ന മുറിയിൽ തന്നെ അത് ചെയ്യേണ്ടി വരുന്നു. രോഗികളായാൽ ചികിത്സിപ്പിക്കുന്നില്ല. കഷ്ടപ്പാടുകൾ സഹിച്ച് സഹിച്ച് തടവുകാർ ഒന്നുകിൽ ഭ്രാന്തരായിത്തീരുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. സാർ, തടവുകാരെ കൊല്ലണമെന്നാണെങ്കിൽ നേരെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. ഈ ആജീവനാന്ത കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത് എന്തിനാണ്? തടവുകാരെ മാറ്റിയെടുക്കുകയല്ലേ വേണ്ടത്? ഞങ്ങൾ മുന്നിട്ടിറങ്ങി ഇവിടെ ഒരു പുസ്തകാലയം തുടങ്ങിയിട്ടുണ്ട്. നിരക്ഷരരായ തടവുകാർക്ക് വിദ്യാഭ്യാസം നൽകുന്നു. സാർ, ഞങ്ങളോട് മനുഷ്യത്വം കാട്ടണം. ഞങ്ങൾ രാഷ്ട്രീയ തടവുകാരാണ്, കള്ളനോ കൊള്ളക്കാരനോ അല്ല. സർ, ഇതൊക്കെ കള്ളമാണ്. സെല്ലുലാർ ജയിലിൽ എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത് സാർ? അങ്ങ് സ്വയം നിരീക്ഷിച്ചാലും. ബാരി സാഹിബും ഞാനും ഇവിടെ നിൽക്കാം. പഠാൻ, സാറിനെ കൂട്ടിക്കൊണ്ടുപോകൂ. സാവർക്കർജി, താങ്കളെ ഇവിടെ നിന്നും ഹിന്ദുസ്ഥാനിലേക്ക് അയക്കാനുള്ള അറിയിപ്പ് വന്നു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ. താങ്കളെ ഏർവാദ ജയിലിലും താങ്കളുടെ സഹോദരനെ രത്നഗിരി ജയിലിലുമിടും. പക്ഷേ ഉത്തരവിൽ താങ്കളിനി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. സാവർക്കർജി, താങ്കൾ ഈ നരകത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിൽ സന്തോഷമുണ്ട്. എന്നാൽ ഞങ്ങൾ താങ്കളെ ഓർക്കും. ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം ഓർക്കണം. ഒരു ദൈവം, ഒരു രാജ്യം, ഒരു മോഹം, ഒരു ജീവിതം, ഒരു ഭാഷ. ഇവിടെ രത്നഗിരിയിൽ വന്നപ്പോൾ മുതൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സന്ദർശകരുടെ നിര തന്നെയാണ്. ആ, ഗാന്ധിജി വന്നിട്ടുണ്ട്. ഗാന്ധിജി, അങ്ങിരുന്നാലും ഇതെന്റെ ധർമ്മപത്നി യമുനാഭായിയാണ്. നമസ്തേ. നമസ്തേ. അങ്ങ് എന്തിനാണ് ബുദ്ധിമുട്ടിയത്? ഇതിലെന്ത് ബുദ്ധിമുട്ട്? താങ്കൾ എത്ര കഷ്ടപ്പെട്ടുവോ, അതിന്റെ മുൻപിൽ എന്റെ ബുദ്ധിമുട്ട് ഒന്നുമല്ല. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ വീർ സാവർക്കറിനെയും കാണാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്നെ കാലാപാനിയിലെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി താങ്കൾ കത്തെഴുതിയിരുന്നു എന്നറിഞ്ഞു. അതിന് നന്ദി. അങ്ങനെ മറന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഇല്ലേ ഇല്ല, എല്ലാം ഓർമ്മയുണ്ട്. വിജയദശമിക്ക് ലണ്ടനിൽ വെച്ച് കണ്ടിരുന്നുവല്ലോ. താങ്കളുടെ ഉത്സാഹം, ദേശപ്രേമം, വിഭിന്ന വിഷയങ്ങളിലുള്ള താങ്കളുടെ വീക്ഷണം, താങ്കളുടെ സ്പഷ്ട സംഭാഷണം, ഇവയിലെല്ലാം ഞാൻ ആകർഷിക്കപ്പെട്ടിരുന്നു. ഞാനൊരു ലേഖനവും എഴുതിയിരുന്നു. യങ് ഇന്ത്യയിൽ അച്ചടിച്ച അങ്ങയുടെ ലേഖനം ഞാൻ വായിച്ചിരുന്നു. അതെ. ഇപ്പോഴത്തെ ദിനചര്യ എന്താണ്? ഹിന്ദു സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന അസമത്വത്തിലും തൊട്ടുകൂടായ്മയിലും ദുഃഖമുണ്ട്. ദാരിദ്ര്യവും മനുഷ്യരഹിത പെരുമാറ്റവും കാരണം ഒരു കൂട്ടം ആളുകൾ വേറെ മതം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ശുദ്ധീകരിച്ച് നമ്മോടൊപ്പം കൂട്ടണം. യാഥാസ്ഥിതികർ ഇതിൽ തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഈ നിർബന്ധ ബുദ്ധിക്കാരും ഇടുങ്ങിയ ചിന്താഗതിക്കാരുമായ ആളുകൾ സ്വന്തം സഹോദരന്മാരെ അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ തന്നെ കുറെ പേർ കാരണം നമുക്ക് സംഘടിക്കാൻ കഴിയുന്നില്ല. രാജ്യത്ത്
ഐക്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹിന്ദു സമൂഹം മാത്രം എന്തുകൊണ്ട്? മറ്റു ധർമ്മങ്ങളിൽ അങ്ങയ്ക്കോ എനിക്കോ സ്വാധീനമില്ല. അവരുടെ നേതാക്കന്മാർ ഒരിക്കലും ഹിന്ദു ആകില്ല. അപ്പോഴും എല്ലാവരും ഏതോ സുൽത്താന്റെ വരവും പ്രതീക്ഷിച്ച് കഴിയുകയാണ്. ഈ രാജ്യത്ത് അനേകം മതങ്ങളുണ്ട്. ഉണ്ടാവട്ടെ, ഭാരതം മതനിരപേക്ഷമാണ്. എന്നാൽ ഹിന്ദുസ്ഥാൻ തിരിച്ചറിയുന്നത് ഹിന്ദുക്കളിലൂടെയാണ്. ഇവിടെ എല്ലാവർക്കും അവരവരുടെ മതപരിപാലനത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഇത്രമാത്രം. മറ്റുള്ളവരുടെ ധർമ്മത്തെയും അംഗീകരിക്കണം. അതില്ലാതാക്കാൻ പ്രയത്നിക്കരുത്. പലതവണ ആക്രമണം നടത്തിയ വിദേശികളാൽ ഈ രാജ്യം ഭരിക്കപ്പെട്ടു. അത് നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കി, വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിച്ചു. എല്ലാവരും മറ്റുള്ളവരുടെ രക്ഷകനാകാനുള്ള മത്സരത്തിലാണ്. എനിക്ക് മുറിവേറ്റവരും അസംഘടിതരുമായ അവരെ സംഘടിപ്പിക്കണം. ശരി. അങ്ങ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ആളുകളെ ചർക്ക ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ചർക്കയിലൂടെ സ്വദേശിക്ക് പ്രോത്സാഹനം ലഭിക്കും. കുടിൽ വ്യവസായം കൊണ്ട് ആളുകൾ സ്വയം പര്യാപ്തരാകും. അതിനൊപ്പം ആത്മരക്ഷയിലും ഊന്നൽ നൽകണം. യുവാക്കൾ സൈന്യത്തിൽ ചേരണം. ഇല്ല, ഹിംസയിൽ എനിക്ക് വിശ്വാസമില്ല. ആത്മരക്ഷ ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ്. ഹിംസിക്കുന്ന ജീവികളുടെ മുന്നിൽ അഹിംസാവാദിയാകുന്നത് ബുദ്ധിയല്ല. എന്തു തന്നെ ആയാലും അഹിംസ നമ്മുടെ പരമമായ ധർമ്മമാണ്. ഗാന്ധിജി, ഈ ആദർശം വ്യാവഹാരികമല്ല. നാളെ ഏതെങ്കിലും ആക്രമണകാരികൾ വെടിയുണ്ടയും പീരങ്കിയുമായി സൈന്യബലത്തോടൊപ്പം നമ്മുടെ അതിർത്തിയിൽ പ്രവേശിച്ചാൽ നമ്മൾ അഹിംസാവാദികൾ അതിന് ചർക്കയാൽ നേരിടുമോ? നേരിടും. നമ്മുടെ സത്പ്രവൃത്തിയാൽ അവരുടെ വിചാരത്തിന് മാറ്റം വന്നാലോ? അങ്ങനെയെങ്കിൽ ഒരു രാജ്യവും സൈന്യത്തെ വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹൃദയ പരിവർത്തനത്തിന് ഏറ്റവും ആദ്യം വേണ്ടത് മുൻപിൽ നിൽക്കുന്നവർക്കും ഹൃദയം വേണമെന്നുള്ളതാണ്. ഗാന്ധിജി, പറയൂ. അങ്ങിപ്പോൾ സാധാരണ മനുഷ്യനല്ല, ജനമനസ്സിൽ മഹാത്മാവാണ്. അങ്ങയോട് പറയാനുള്ള ധൈര്യം സംഭരിച്ച് ഞാൻ പറയുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങയുടെ നിസ്സഹകരണം ഇംഗ്ലീഷുകാർക്ക് സഹായമാവുകയാണ്. സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് സർക്കാരിന് എന്ത് നഷ്ടപ്പെടാനാണ്? ഭാരതീയ യുവാക്കളോട് സൈന്യത്തെ ബഹിഷ്കരിക്കാൻ അങ്ങ് ആവശ്യപ്പെടുന്നു. 1857 വിപ്ലവത്തിന് ഈ ഭാരതീയ സൈനികരല്ലേ തങ്ങളുടെ ജീവൻ ബലികൊടുത്തത്? താങ്കൾക്ക് വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. എന്നാൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്റെ മനസ്സിൽ അങ്ങയോട് ആദരവ് മാത്രമാണ്. അതിരിക്കട്ടെ, രാഷ്ട്രീയത്തിലേക്ക് എപ്പോൾ വരുന്നു? ഞാനൊരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണ്. എന്തുകൊണ്ട്? രാഷ്ട്രീയക്കാർ എന്ത് ചിന്തിക്കുന്നു അത് പറയില്ല, എന്തു പറയുന്നു അത് ചിന്തിക്കില്ല. അപ്പോൾ അങ്ങ് എന്തു ചിന്തിക്കുന്നു അത് തന്നെ പറയുന്നു. എനിക്ക് മുഖംമൂടിയില്ല. ഇത് ശരിയെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിന് കയ്പുണ്ട്. അങ്ങും സത്യത്തിന്റെ കാര്യമല്ലേ പറയുന്നത്? എനിക്ക് പോകണം. താങ്കൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഗാന്ധിജി, അഭിപ്രായ വ്യത്യാസങ്ങളിരിക്കട്ടെ. എന്റെയും അങ്ങയുടെയും മാർഗം വെവ്വേറെ ആയിരിക്കാം. അവസാനം നമ്മൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ആ ബിന്ദുവിന്റെ പേരാണ് സ്വാതന്ത്ര്യം, ഭാരതാംബയുടെ സ്വാതന്ത്ര്യം. പ്രണാമം മഹാത്മൻ. പ്രണാമം. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. Vande Mataram! Vande Mataram! Vande Mataram! Vande Mataram!
സാവേക്കർജി, ഇന്ന് അങ്ങയുടെ സന്തോഷം കണ്ടിട്ട് ഞങ്ങൾക്ക് അതിയായ ആഹ്ലാദം തോന്നുന്നു. ബാനർജി സാഹബ്, സന്തോഷിക്കേണ്ട കാര്യമല്ലേ? സ്വാതന്ത്ര്യത്തിന്റെ ഉത്സവം ഇന്ന് എല്ലാ ഹോമിക്കപ്പെട്ടവരെയും ഓർക്കുന്നതിനും നന്ദി പ്രകടിപ്പിക്കുന്നതിനുമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ത്രിവർണ പതാകയോടൊപ്പം കുങ്കുമവർണ്ണ പതാകയും പറത്തി. സിന്ധുവിൽ നിന്ന് ഹിന്ദു മഹാസാഗരം വരെയുള്ള അഖണ്ഡ ഭാരതമായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ഉത്സവത്തിന്റെ ആനന്ദം രണ്ടിരട്ടിയാകുമായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല എന്നതിൽ ദുഃഖമുണ്ട് താനും. ചിലർക്ക് അവരുടെ ജോലിക്കുള്ള മുഴുവൻ കൂലിയും ഈടാക്കാൻ അറിയാം. ഈടാക്കിയല്ലോ, രാജ്യത്തെ കീറി മുറിച്ചിട്ട്. അങ്ങ് കോൺഗ്രസിൽ പോകേണ്ടതായിരുന്നു. അവിടെ അങ്ങക്ക് സങ്കോചമില്ലാതെ സ്വന്തം അഭിപ്രായം പറയാൻ കഴിയുമായിരുന്നു. ബാനർജി സാഹബ്, എന്നെപ്പോലെ എല്ലാം തുറന്നു പറയുന്നവരെ ആളുകൾക്ക് സഹിക്കാൻ കഴിയില്ല. ഇന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നു. അങ്ങ് ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? സുഭാഷ് ബാബുവിന്റെ. അദ്ദേഹത്തെ അന്വേഷിക്കണം. 1940 ജൂൺ 22 ജപ്പാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ എന്നെ കാണാൻ വന്നിരുന്നു. എന്തൊരു വ്യക്തിത്വം! യുവാക്കൾ സൈന്യത്തിൽ ചേരുന്നതിനുള്ള എന്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന് യോജിപ്പായിരുന്നു. സായുധ വിപ്ലവമില്ലാതെ സ്വാതന്ത്ര്യം ലഭിക്കില്ല എന്ന് തന്നെയായിരുന്നു സുഭാഷ് ബാബുവിന്റെയും അഭിപ്രായം. ഒരു കാര്യം എനിക്ക് മടി കൂടാതെ പറയാൻ കഴിയും. ഇംഗ്ലീഷുകാർ സുഭാഷ് ബാബുവിനെ ഭയന്നിട്ടാണ് ഭാരതം വിട്ടത്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ ഭയക്കുമായിരുന്നു. ജയ് ഹിന്ദ് സുഭാഷ് ബാബു, ജയ് ഹിന്ദ്. സർദാർ പട്ടേൽ പ്രധാനമന്ത്രിയാവുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് അറിയുന്നത് പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രി ആയി എന്ന്. 2 പ്രധാനമന്ത്രിമാർക്കായി രാജ്യത്തെ വിഭജിച്ചു. രാജ്യത്തെ ആളുകളെ മരണത്തിന്റെ വായിലേക്ക് ഇട്ടുകൊടുത്തു. വിഭജനത്തിന്റെ ഉത്തരവാദിത്വം ഗാന്ധിജിയിൽ വയ്ക്കാൻ കഴിയില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, 1934 ശേഷം പാർട്ടി അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുന്നില്ല എന്ന്. പോട്ടെ, ഇപ്പോൾ നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞു. അല്ല, ഇനിയും വളരെ നടക്കാനുണ്ട്. പാകിസ്ഥാൻ മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രമാണ്. എന്നാൽ ഹിന്ദുസ്ഥാൻ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. അവിടെ മതത്തിന്റെ പേരിൽ രാജ്യത്തെ അന്യമതസ്ഥരോട് അത്യാചാരം ചെയ്യുന്നു. ഇവിടെ ധർമ്മനിരപേക്ഷതയുടെ മറവിൽ ദേശത്തെ വീണ്ടും വീണ്ടും സാക്ഷിക്കൂട്ടിൽ കയറ്റുന്നു. ഹിന്ദുക്കൾക്ക് സ്വന്തം നാട്ടിൽ ന്യായം കിട്ടുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ മുൻവിധി ശരിയല്ല. വർഷങ്ങളായി ഹിന്ദുക്കൾ സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. ദേശനന്മയ്ക്കായി ഇനിയും സംഘർഷം നടത്താൻ കഴിയും. ചിലർ നമ്മെ തകർക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ നമ്മൾ തകർന്നില്ല. ആളുകൾ നശിപ്പിക്കാൻ ആഗ്രഹിച്ചു, നമ്മൾ നശിച്ചില്ല. നമ്മളെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ തന്നെ നശിച്ചു എന്നതാണ് സത്യം. ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഉത്സവ ദിനമാണ്. അത് ആനന്ദിക്കുക. ഞങ്ങൾ പൊയ്ക്കോട്ടെ? യശസ്വിയായിത്തീരുക. എത്ര പെട്ടെന്നാണ് കാലം കടന്നുപോകുന്നത്. എല്ലാം ഇന്നലത്തെ പോലെ തോന്നുന്നു. ചെറുപ്പത്തിൽ അമ്മ ശിവജിയുടെയും മഹാറാണ പ്രതാപിന്റെയും കഥകൾ പറഞ്ഞു കേൾപ്പിക്കാറുണ്ടായിരുന്നു. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ അമ്മ എന്നെ വിട്ടുപോയി. അമ്മ പഠിപ്പിച്ചത് ഉൾക്കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ കുലദേവതയുടെ മുന്നിൽ ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുമെന്ന് ഞാൻ ശപഥമെടുത്തിരുന്നു. ഈ കാര്യമെല്ലാം ഇന്നെനിക്ക് എന്തുകൊണ്ടാണ് ഓർമ്മ വരുന്നത്? 2 ആജീവനാന്ത ശിക്ഷ നൽകി എന്നെ കാലാപാനിയിലേക്ക് അയച്ചു. അവിടെ ഞാൻ തടവുപുള്ളി നമ്പർ 32,778 അറസ്റ്റിന്റെ വർഷം 1910. തീരുന്നത്
1960 എന്റെ അപേക്ഷ പ്രകാരം എനിക്കെന്റെ കണ്ണടയും ഗീതയും കിട്ടി. തേങ്ങ പൊട്ടിക്കുക, കാളയെപ്പോലെ ചക്ക് വലിക്കുക, തെറ്റുപറ്റിയാൽ ചങ്ങലക്കിട്ട് തല കീഴായി ഒരു ദിവസം മുഴുവനും ഇടുക, പാകമാകാത്ത ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിൽ പുഴുക്കളും മണ്ണെണ്ണയുടെ നാറ്റവും. അസുഖം വന്നാൽ ചികിത്സയില്ല. 2 സഹോദരർക്കും ക്ഷയരോഗം ബാധിച്ചു. എനിക്ക് ശ്വാസസംബന്ധമായ രോഗം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സാധാരണ രാഷ്ട്രീയക്കാർക്ക് മാപ്പ് കൊടുക്കാറുണ്ട്. 100 കണക്കിന് ആളുകളെ മോചിപ്പിക്കാറുണ്ടായിരുന്നു. ഒരു തവണ പോലും ലിസ്റ്റിൽ എന്റെ പേര് കണ്ടില്ല. അന്യ തടവുകാർക്ക് സമയാസമയങ്ങളിൽ കൊടുക്കുന്ന സൗകര്യങ്ങൾ ഒന്നുപോലും എനിക്ക് കിട്ടാറില്ലായിരുന്നു. 1914 ലോകയുദ്ധത്തിന്റെ കാർമേഘം വ്യാപിച്ചിരുന്നു. ഞാൻ സർക്കാരിന് കത്തെഴുതി. ഇംഗ്ലണ്ട് സത്യത്തിൽ ഭാരതത്തെ അടിമപ്പണിയിൽ നിന്ന് മോചിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വേഗം തന്നെ മോചിപ്പിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ സംരക്ഷണത്തിനായിട്ട് സൈന്യത്തിൽ ചേർന്ന് ഏത് യുദ്ധമേഖലയിലും പോകാൻ ഞങ്ങൾക്ക് തടസ്സമില്ല എന്നും. ചില വ്യവസ്ഥകളോടെ എന്നെ കാലാപാനിയിൽ നിന്ന് മോചിപ്പിച്ചു. യാർവാദ ജയിലിലടച്ചു. യാർവാദ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ എന്നെ ഒരു കോൺട്രാക്ട് പേപ്പറിൽ ഒപ്പിടിപ്പിച്ചു. ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മേൽനോട്ടക്കാരൻ പറഞ്ഞു, എന്തിനാണ് ശരിയായ കാര്യത്തെ തെറ്റിക്കുന്നത്? മുകളിൽ നിന്ന് താങ്കളെ മോചിപ്പിക്കാനുള്ള ഉത്തരവുണ്ട്. ഈ പേപ്പറിലൊക്കെ ഒപ്പിട്ടു പോയാലും. എന്റെ ശുഭചിന്തകർ അതിനെ എന്റെ മാപ്പപേക്ഷ എന്നാണ് പറയുന്നത്. 27 വർഷത്തിന് ശേഷമാണ് ഞാൻ മോചിതനായത്. വിഭജനം നടത്തി രാജ്യം സ്വതന്ത്രമായി. എന്നാൽ ഞാൻ ഇപ്രകാരമുള്ള സ്വാതന്ത്ര്യ സ്വപ്നമാണോ ഞാൻ കണ്ടിരുന്നത്? അല്ല. തൂക്കിലേറിയവർ അവർക്കിത് കാണേണ്ടി വന്നില്ല. എനിക്ക് കാരാഗ്രഹത്തിന് പകരം തൂക്കിലേറാനുള്ള ശിക്ഷ മതിയായിരുന്നു. ഒന്നുമില്ലേലും ഈ വിഭജനം കാണേണ്ടി വരില്ലായിരുന്നു. 1944 ജൂൺ 25 ആസാദ് ഹിന്ദു റേഡിയോയിലൂടെ സിംഗപ്പൂരിൽ നിന്നുള്ള സംബോധനയിൽ സുഭാഷ് ബാബു എന്നെ പരാമർശിച്ചു പറഞ്ഞിരുന്നു, സാവർക്കർ തന്റെ സമയത്തിനേക്കാൾ മുന്നോട്ട് കടന്ന് ചിന്തിച്ചിരുന്നു എന്ന്. ലോർഡ് ആറ്റ്ലി എഴുതി, ക്വിറ്റ് ഇന്ത്യ സമരം മൂലമല്ല ബ്രിട്ടീഷുകാർ ഭാരതം വിട്ടുപോകാനുള്ള തീരുമാനമെടുത്തത്. സാവർക്കറിനെ പോലുള്ള വിപ്ലവകാരികൾക്ക് ജനങ്ങളുടെ മനസ്സിൽ വർദ്ധിച്ചു വരുന്ന പ്രഭാവവും സുഭാഷ് ചന്ദ്രബോസിന്റെ INA കരുത്തും കണക്കിലെടുത്തിട്ടാണെന്ന്. സർദാർ ഭഗത് സിംഗ് എന്നെ അദ്വിതീയ വിപ്ലവകാരി എന്ന് പറഞ്ഞു. വീർ എന്ന വിശേഷണവും തന്നു. കാലമെല്ലാം തീരുമാനിക്കും. എന്റെ ജീവിതം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു. ഇപ്പോൾ എനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു. അതും ഒരുപക്ഷെ വിധി എനിക്കായി കരുതിവെച്ച സംഘർഷത്തിന്റെ ഒരു ഭാഗമാകാം. എന്നെ ശരിയായി വിലയിരുത്തുന്ന ഒരു ദിവസം വരും. സമയവും ചരിത്രവും തീരുമാനമെടുക്കും. ചില ആളുകളുടെ ഗൂഢാലോചനയാൽ ഇന്നെന്റെ വിചാരങ്ങൾ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. എങ്കിലും ഒരു ദിവസം വരും, അന്ന് ചരിത്രം എന്റെ സംഘർഷങ്ങളിലൂടെ യാത്ര ചെയ്യും. എന്റെ ചിന്തകളുടെ സത്ത മനസ്സിലാക്കും. ചരിത്രം എന്നെ വിലയിരുത്തും. തീർച്ച.
ജയോസ്തുതേ ശ്രീമഹൽ മംഗളേ ശിവാസ്പദേ ശുഭദേ സ്വതന്ത്രതേ ഭഗവതി ത്വാഹം യശോയുതാം വന്ദേ. കാലൻ പോലും എന്നെയാണ് ഭയക്കുന്നത്. ഞാൻ കാലനെ അല്ല. കാലാപാനിയിലെ കാളകൂടം കുടിച്ചിട്ടും കാലന്റെ കരാളഹസ്തങ്ങളെ തട്ടിമാറ്റി ഞാൻ തിരിച്ചു വന്നു. ഇന്നും ജീവിച്ചിരിക്കുന്നു. തോറ്റത് മരണമാണ്, ഞാനല്ല. ഞാൻ അഗ്നിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്യുന്നു. ഞാൻ അഗ്നിയെ സാക്ഷി നിർത്തി ശപഥം ചെയ്യുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആയുധമേന്തിയ വിപ്ലവത്തിനായി മനസ്സും ശരീരവും കൊണ്ട് തയ്യാറാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ആയുധമേന്തിയ വിപ്ലവത്തിനായി മനസ്സും ശരീരവും കൊണ്ട് തയ്യാറാണ്. ഞാൻ ആയുധമേന്തി അവസാന നിമിഷം വരെ യുദ്ധം ചെയ്യും. ഞാൻ ആയുധമേന്തി അവസാന നിമിഷം വരെയും യുദ്ധം ചെയ്യും. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. അണയ്ക്കുവാനാവില്ല ഞങ്ങൾ കൊളുത്തിവച്ചൊരു പന്തങ്ങൾ, അണയ്ക്കുവാനാവില്ല ഞങ്ങൾ കൊളുത്തിവച്ചൊരു ബന്ധങ്ങൾ. തടഞ്ഞു നിർത്താനാവില്ല അമരർ ധീരർ നടത്തും തേരോട്ടം, തടഞ്ഞു നിർത്താനാവില്ല അമരർ ധീരർ നടത്തും തേരോട്ടം. മണ്ണിനു വേണ്ടി പ്രതിജ്ഞ ചെയ്തവർ മാർഗം വിട്ടു ചലിക്കില്ല, മണ്ണിനു വേണ്ടി പ്രതിജ്ഞ ചെയ്തവർ മാർഗം വിട്ടു ചലിക്കില്ല. അലറിയെടുക്കും കാറ്റായാലും പിന്നോട്ടേക്ക് നടക്കില്ല, അലറിയെടുക്കും കാറ്റായാലും പിന്നോട്ടേക്ക് നടക്കില്ല. അടിമകളായി പുലരില്ല നാം മരണമതേക്കാൾ അഭികാമ്യം, അടിമകളായി പുലരില്ല നാം മരണമതേക്കാൾ അഭികാമ്യം. സമരജ്വാലയിൽ എരിയട്ടെ നാം ഈ നാട്ടിൻ സന്തതികൾ, സമരജ്വാലയിൽ എരിയട്ടെ നാം ഈ നാടിൻ സന്തതികൾ. സ്വാതന്ത്ര്യത്തിൻ പൊൻകൊടി ദിവ്യം താഴ്ത്തുകയില്ലൊരു നാളും നാം, സ്വാതന്ത്ര്യത്തിൻ പൊൻകൊടി ദിവ്യം താഴ്ത്തുകയില്ലൊരു നാളും നാം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഇതുവരെ കേട്ടത് യുഗപുരുഷൻ വീർ സാവർക്കർ ദേശീയ പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത നാടകത്തിന്റെ മലയാള രൂപം. മൂല ഹിന്ദി രചന ജയവർദ്ധൻ. മലയാളം പരിഭാഷ പ്രൊഫസർ കെ സതി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സാവർക്കർ ജി ആർ നന്ദകുമാർ, ഗാന്ധിജി എസ് അയ്യപ്പൻ നായർ, യമുനാബായി ദുർഗാരാജു, ബാലഗംഗാധര തിലകൻ ശ്രീകുമാർ മുഖത്തല, ബാപ്പട്ട് പ്രമോദ് പൂഴനാട്, അയ്യർ പ്രവീൺ രാജ് കിളിമാനൂർ, ആപ്തെ അഭിരാജ് ശ്രീദേവി, പഠാൻ ജോസ് പി റാഫേൽ, ഹരിഭാവു ധദെ ബിനോയ് പുതുകുന്ന, ബാരി ബിജു കല്ലുവാതുക്കൽ, ഹിന്ദുസ്ഥാനി വാർഡൻ രാകേഷ് എം എസ്, ഗണേഷ് റാവു രാജ്മോഹൻ കൂവളശ്ശേരി. ഒപ്പം മണികണ്ഠൻ മടവൂർ, സന്തോഷ് തിരുമല, ഉണ്ണി അമ്പാടി, അലക്സ് പോത്തൻ, ശ്യാം വർണ്ണൻ, ടാൻസൻ കെ വി, പി തങ്കച്ചൻ, സന്ദീപ് സുരേഷ്, അശ്വതി ബാലചന്ദ്രൻ എന്നിവരും. പശ്ചാത്തല സംഗീതം സഞ്ജീവ് ബാബു കെ പി. സർഗാത്മക സഹകരണം എൻ വാസുദേവ്, എസ് നാരായണൻ നമ്പൂതിരി. സംവിധാന സഹായം വി എൻ ദീപ, സുഷമ അനിൽ. സംവിധാനം പി എ ബിജു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.